ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാസ്ത വെച്ചിട്ട് കുർക്കുറയുടെ ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാനിലേക്ക് പാസ്ത മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാസ്ത പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വെള്ളം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴേക്കും പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ഫുള്ളായിട്ട് വെന്ത് പോകേണ്ട, ഒരു 90% വെന്ത് കഴിയുമ്പോഴേക്കും ഇതേപോലെയുള്ള ഒരു അരിപ്പയിലൂടെ കോരി മാറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാ പാസ്തയും കോരി ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പാസ്തയിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ പാസ്തയുടെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ കോട്ടാകുന്നത് വിധം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരല്പം കൂടി കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കോൺഫ്ലോറും പാസ്തയും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിലേക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാസ്ത ഇതുപോലുള്ള അരിപ്പയിലൂടെ എടുത്തിട്ടൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാസ്ത അരിപ്പയിലൂടെ തട്ടി കൊടുത്തതിന് ശേഷം മാത്രമേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അപ്പോഴേക്കും നമുക്ക് അധികമായിട്ടുള്ള ആ കോൺഫ്ലോർ എല്ലാം അങ്ങ് പോയി കിട്ടും. എണ്ണയിലുള്ള പതയൊക്കെ വറ്റി കഴിയുമ്പോഴേക്കും ഈ പാസ്തയും കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടിയിരിക്കും. ഒരു ലൈറ്റ് ഗോൾഡൻ കളറും വന്നു കഴിയുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളവയും ഇതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുർക്കുറയുടെ ടേസ്റ്റിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലപ്പൊടികൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാല ചേർത്താൽ മാത്രമേ കുർക്കുറയുടെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നേരത്തെ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മക്രോണി വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ക്രിസ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ഇനി കുർക്കുറയ്ക്ക് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.